കേരള ഹോം നേഴ്സിംഗ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒരുപാട് പുതിയ പുതിയ ജോലി ഒഴിവുകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഹോം നേഴ്സിംഗ് മേഖലയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ കയറി ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വേക്കൻസികൾ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഗ്രൂപ്പിലാണ് വേക്കൻസി പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പറൊന്നും മറ്റുള്ള ആൾക്കാർക്ക് കാണാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും ഈ ഗ്രൂപ്പ് അഡ്മിനും മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും അതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണണം. അല്ലാതെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവില്ല. നിങ്ങൾ പുതിയൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു ഹോം നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമുക്കറിയാം, നമ്മൾ പല ആളുകൾക്കും ജോലി ഉണ്ടെങ്കിലും അതിൻ്റേതായ ഒരു സാലറി ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ചിലവൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 20,000 രൂപ മുതൽ 30,000 40,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറയുന്നത്. ഈ ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ജോലികൾ എന്താ വെച്ചാൽ വീട്ടുജോലി. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അതുപോലെ കുട്ടിയെ നോക്കില്ലേ, നിങ്ങളെ കുട്ടിയെ എങ്ങനെയാണ് നോക്കുന്നത്, അതുപോലെയാണ് കുട്ടികളെ പരിപാലിക്കേണ്ടത്. പിന്നെ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ്. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ കെയർ ചെയ്യുക. പിന്നെ രോഗി പരിചരണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യുന്നത് അതുപോലെ വേറൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് രോഗി പരിചരണം എന്ന് പറയുന്നത്. അതുപോലെ കുക്കിംഗ്, ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രം. പിന്നെ ക്ലീനിങ്, ഇപ്പോൾ അടിച്ചു വരിക, തുടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ പണികൾ മാത്രമുള്ള ജോലി വരാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലെ വേക്കൻസി. പിന്നെ ഉള്ള ഡെലിവറി കെയർ, ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരെയും കുട്ടികളെയും പരിപാലിക്കുന്ന ജോലി. ഇപ്പോൾ നമുക്കൊക്കെ മക്കളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് ഇതുപോലെ. അതിന് കുറച്ച് എക്സ്പീരിയൻസ് എന്തായാലും വേണം കേട്ടോ. അതുപോലെ അത് രോഗി പരിചരണം കുറച്ച് എക്സ്പീരിയൻസ് വേണം. അതാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതായാലും നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഇതിൻ്റെ ഒക്കെ മെയിൻ കാരണം. ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോലിയിൽ കയറാൻ പറ്റും. മിനിമം 20,000 രൂപ മുതൽ 45,000 50,000 രൂപ വരെ നമുക്ക് സാലറി ഒരു മാസം മേടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് തിരുവനന്തപുരം. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കേരളത്തിലെ എല്ലാ ജില്ലകളും ഇപ്പം നിലവിൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ ജോലി വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ പുറത്താണ് ജില്ല, വേറെ ഏതെങ്കിലും ജില്ല വേണമെങ്കിൽ അങ്ങനെയും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോലി ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ പേര്, സ്ഥലം, നിങ്ങളെ മുൻപരിചയമുള്ള ജോലി എന്തായാലും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. ഇത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി വേക്കൻസികൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ജോലി ഒഴിവുകൾ അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര്, സ്ഥലമൊക്കെ ഒന്ന് പെട്ടെന്ന് നിങ്ങളെ മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആർക്കെങ്കിലും, ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ നമ്പർ കൊടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നമ്പർ സേവ് ചെയ്ത് നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് അയക്കുമ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അതിലാണ് നമ്മൾ വേക്കൻസി വരും. എല്ലാ ജില്ലയിലെ വേക്കൻസി അതിലേക്കാണ് വരിക. അപ്പോൾ ആ വേക്കൻസിയുടെ കൂടെ കാണുന്ന നമ്പറിലേക്ക് മാത്രം വിളിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു വേക്കൻസി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 9895421800, ചിലപ്പോൾ 75131800, അങ്ങനെയൊക്കെയുള്ള നമ്പറുകളാണ് അധികം വരുന്നത്. അപ്പോൾ അതിൽ കാണുന്ന നമ്പറിലേക്ക് മാത്രം നിങ്ങൾ വിളിക്കുക. അല്ലാത്ത നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി വേക്കൻസികൾ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ പേര്, സ്ഥലം വാട്സപ്പ് ചെയ്യുക. ചിലപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അധികം ബിസി ആവാൻ ചാൻസ് എന്ന് വെച്ചാൽ ഓൾ കേരള നമ്പറാണ്. അതുകൊണ്ട് കൂടുതൽ ബിസിയാണ് വരാൻ ചാൻസ്. അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ ട്രൈ ചെയ്യണം. എന്നാലും ഏറ്റവും നല്ല വാട്സപ്പിൽ പേര്, സ്ഥലം അയക്കുന്നു, നമ്മൾ ലിങ്ക് അയക്കുന്നു, നിങ്ങൾ അതിൽ കയറി ജോയിൻ ചെയ്യുന്നു, വേക്കൻസികൾ വരുന്നു, നിങ്ങൾ അതിൽ വിളിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു. ഓക്കെ, അതുപോലെ പിന്നെ അടുത്തൊരു വേക്കൻസി വരുന്നത് ഹോസ്റ്റൽ വേക്കൻസി ആട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയണേ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് മുതൽ കാണാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ വരുന്ന ഹോസ്റ്റൽ വേക്കൻസിയാണ്. ഹോസ്റ്റലുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് കേട്ടോ. ഹോസ്റ്റൽ വാർഡൻ,
അതുപോലെ കുക്ക്, ഹെൽപ്പർ, ക്ലീനിങ്, റൂം ബോയ് എന്നുള്ള തസ്തികകളാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത്. ഹോസ്റ്റൽ ഫുഡ് എന്ന് പറഞ്ഞാൽ കേരള ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളാണ്. മിനിമം ഒരു 20 മുതൽ 100-150 ആൾക്ക് വരെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾ ആവശ്യമുണ്ട്. 20, 30, 50 ഒക്കെ ഉള്ള ആളുകൾക്കും ആവശ്യമുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട്. അതും കേരളത്തിലൊരു 1500ഓളം ഹോസ്റ്റലുകളുണ്ട്. ഇതിലേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വേക്കൻസി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചാൽ അതിൽ കയറി ജോയിൻ ചെയ്താൽ സെയിം ഗ്രൂപ്പിൽ തന്നെയാണ് എല്ലാ വേക്കൻസിയും വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട. കേരളത്തിൽ എവിടെയും നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നമ്മുടെ യൂട്യൂബ് ചാനലാണ് ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ജോലി അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ. ഗ്രൂപ്പ് ലിങ്ക് വരും, അതിൽ കയറി ജോയിൻ ചെയ്യുക. എല്ലാ വേക്കൻസികളും ഗ്രൂപ്പിൽ കയറി മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും. ഓക്കെ, താങ്ക് യു.